ഗുഡ് മോർണിംഗ്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 11th ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി ആൻഡ് ന്യൂവർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഫോർ TB ഡയഗ്നോസിസ്. സോ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി എന്താണെന്നും അതിലുള്ള 2 ടൈപ്സും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Sputum microscopy is also known as a sputum smear microscopy is a laboratory technique used to diagnose tuberculosis and other respiratory infection. So sputum microscopy അല്ലെങ്കിൽ sputum smear microscopy എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി ടെക്നിക്കാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി. ഫസ്റ്റ് ടൈപ്പ് സീൽ നീൽസൺ സ്റ്റെയിനിങ് ആണ്. ദെൻ സെക്കൻഡ് വരുന്നത് ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പി. ദെൻ ഫ്ലൂറസൻ മൈക്രോസ്കോപ്പി തന്നെ വരുന്നതാണ് ഈ ഓറമെൻ ഓ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സോ ടൈപ്സിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് സീൽ നീൽസൺ സ്റ്റെയിനിങ്. സീൽ നീൽസൺ സ്റ്റെയിനിങ് അല്ലെങ്കിൽ ZN സ്റ്റെയിനിങ്, ഇതാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സീൽ നീൽസൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബോൾ ഫുക്സിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെയിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആസിഡ് ഫസ്റ്റ് ബസിലിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിനാണ് ഇത്. നെക്സ്റ്റ് ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിയിൽ വരുന്നത് യൂസ് ഫ്ലൂറസൻ ഡൈസ് ടു സ്റ്റെയിൻ ബാസിലി ഇൻക്രീസ് സെൻസിറ്റിവിറ്റി. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫ്ലൂറസൻ ഡൈസ് ആണ് നമ്മൾ ഇതിൽ ബാക്ടീരിയനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓറമൈൻ ഓ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിയിൽ തന്നെ വരുന്ന ഒന്നാണ്. ഇതിൽ നമ്മൾ സീൽ നീൽസൺ സ്റ്റെയിനിങ്ങിന് സിമിലർ ആണ് ഇത്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓറമൈൻ ഓ ഡൈ ആണ് യൂസ് ചെയ്യുന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ആ ഒരു ഇതിൽ വരുന്നുള്ളൂ. അപ്പം ഇത് മൂന്നെണ്ണം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. എങ്ങനെയാണ് കൗണ്ടർ സ്റ്റെയിൻ, എന്താണ് സ്റ്റെയിനിങ്, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിൽ പഠിക്കേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. സീൽ നീൽസൺ മൈക്രോസ്കോപ്പി, ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിയിൽ ഓറമൈൻ ഓ സ്റ്റെയിനിങ് വരുന്ന മൈക്രോസ്കോപ്പി. ഇത്രയാണ് നമുക്ക് ഈ ഒരു സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിൽ മെയിൻ ആയിട്ട് നമുക്ക് ലാബ് സൈഡിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് സീൽ നീൽസൺ സ്റ്റെയിനിങ് എങ്ങനെയാണെന്ന് നോക്കാം. സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിൽ ഫസ്റ്റ് ഉള്ളതാണ് സീൽ നീൽസൺ മൈക്രോസ്കോപ്പി. സോ സീൽ നീൽസൺ മൈക്രോസ്കോപ്പിയുടെ പ്രൊസീജിയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫിക്സേഷൻ, മെത്തനോൾ ഫിക്സേഷൻ. Fix the sputum smear with methanol for 5 to 10 minutes to kill the bacteria and preserve the sample. ഫസ്റ്റ് ഈ സാമ്പിളിൽ മെത്തനോൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മെത്തനോൾ ഒഴിച്ചിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ ആ ഒരു സ്പ്യൂട്ടം നമ്മൾ മാറ്റി വെക്കുന്നു. പിന്നെ സ്റ്റെയിനിങ് ആണ് നെക്സ്റ്റ് പ്രോസസ്സ്. അതിൽ കാർബോൾ ഫുക്സിൻ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ സ്റ്റീം ആ ഒരു സ്മിയറിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് ഹീറ്റ് ചെയ്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മളത് മാറ്റി വെക്കുന്നുണ്ട്. ദെൻ തേർഡ് വരുന്നതാണ് ഒരു ഡിക്കളറൈസേഷൻ, എന്ന് വെച്ചാൽ ആസിഡ് ഉപയോഗിച്ചിട്ട് ഡിക്കളറൈസ് ചെയ്യുന്നതാണ്. ഡിക്കളറൈസ് സ്മിയർ വിത്ത് ആസിഡ് ആൽക്കഹോൾ 1% HCl in 95% ethanol for 2 to 3 minutes to remove excess stain. സോ അതിനുശേഷം നമ്മൾ കൂടുതൽ എക്സസ് ആയിട്ടുള്ള സ്റ്റെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡിക്കളറൈസ് ചെയ്ത് ആസിഡ് ആൽക്കഹോൾ വെച്ചിട്ടാണ് നമ്മൾ ഡിക്കളറൈസ് ചെയ്യുന്നത്. ആൻഡ് അത് 2 to 3 മിനിറ്റ്സ് വരെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം ഇതിൽ ആസിഡ് യൂസ് ചെയ്യുന്നത് 1% ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ 95% എത്തനോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മെഥിലിൻ ബ്ലൂ കൗണ്ടർസ്റ്റെയിൻ കൊടുക്കുന്നത് മെഥിലിൻ ബ്ലൂ വെച്ചിട്ടാണ്. കൗണ്ടർസ്റ്റെയിൻ സ്മിയർ വിത്ത് മെഥിലിൻ ബ്ലൂ ഫോർ 1 to 2 minutes to highlight the background. സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഥിലിൻ ബ്ലൂ കൗണ്ടർസ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്. അതിനത് 1 to 2 minutes വരെ നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് റിൻസിങ്. Rinse the smear with distilled water to remove excess stain. സോ നമ്മൾ പിന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ലൈഡിൽ നമ്മൾ ബാക്കിയുള്ള ആ ഒരു സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചത് ക്ലീൻ ചെയ്യാണ്. ദെൻ ഡ്രൈ ദ സ്മിയർ വിത്ത് എ ക്ലീൻ ടവൽ ഓർ എയർ ഡ്രയർ. അപ്പം വെള്ളം ഒഴിച്ച് എക്സസ് സ്റ്റെയിൻ ഒക്കെ മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, ആ ഒരു സ്ലൈഡ് നമ്മൾ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ എയർ ഡ്രയർ വെച്ചിട്ട് കംപ്ലീറ്റ്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കുറച്ച് ഫ്രീ നോട്ട്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക.